സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ സ്വാഗതം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ അളവറ്റ കരുണയും ദയയും ക്ഷമയും എല്ലാ സമയത്തും നേരത്തും അടിയങ്ങൾക്ക് ആവശ്യമാണെന്ന് അവിടുന്ന് അറിയുന്നല്ലോ പിതാവേ. താഴ്മയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അപ്പ. അവിടുത്തെ വചനവും സന്ദേശവും സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ആത്മാക്കളെയും ഒരുക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു, അപേക്ഷിക്കുന്നു. അങ്ങയുടെ കൃപയാൽ കേൾക്കാൻ ചെവികളും കാണാൻ കണ്ണുകളും അനുസരിക്കാൻ മനസ്സുമുള്ള ഒരാത്മാവിനെയും ഞങ്ങൾക്ക് നൽകണമേ പിതാവേ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ അശ്രദ്ധകളും ഞങ്ങളിൽ നിന്ന് മാഞ്ഞു പോകട്ടെ. അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങൾ തേടുകയും അങ്ങ് നൽകുന്ന ജ്ഞാനത്തിനായി ദാഹിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലായി അവിടുത്തെ വചനം ധ്യാനിക്കുവാനും കേൾക്കുവാനും ഈ കൂട്ടായ്മയിൽ അനുവദിച്ച അവിടുത്തെ വഴികാട്ടുന്ന വെളിച്ചത്തിൻ്റെ വാഗ്ദാനത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്നു നിറയണമേ. അടിയങ്ങൾ ഇതാ ശ്രവിക്കുന്നു. സങ്കീർത്തനങ്ങൾ 44 അധ്യായം 1 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. പരാജിത ജനതയുടെ വിലാപം. ദൈവമേ, പൂർവ്വകാലങ്ങളിൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി അങ്ങ് ചെയ്ത പ്രവൃത്തികൾ അവർ ഞങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ കേട്ടിട്ടുമുണ്ട്. അവരെ നട്ടുപിടിപ്പിക്കാൻ അവിടുന്ന് സ്വന്തം കരത്താൽ ജനതകളെ പുറത്താക്കി. അവർക്ക് ഇടം നൽകാൻ അവിടുന്ന് രാജ്യങ്ങളെ പീഡിപ്പിച്ചു. വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്, കരബലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത്. അവിടുത്തെ വലതു കൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ. അങ്ങ് അവരിൽ പ്രസാദിച്ചു. അവിടുന്നാണ് എൻ്റെ രാജാവും ദൈവവും. അവിടുന്നാണ് യാക്കോബിന് വിജയങ്ങൾ നൽകുന്നത്. അങ്ങയുടെ സഹായത്താൽ ശത്രുക്കളെ ഞങ്ങൾ തള്ളി വീഴ്ത്തുന്നു. ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് ചവിട്ടി മെതിക്കുന്നു. വില്ലിലല്ല ഞാൻ ശരണം വെച്ചത്, വാളിന് എന്നെ രക്ഷിക്കാൻ കഴിയുകയുമില്ല. എന്നാൽ അവിടുന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു. ഞങ്ങളെ വെറുക്കുന്നവരെ സംഭ്രമിപ്പിച്ചു. ഞങ്ങൾ ദൈവത്തിൽ നിരന്തരം അഭിമാനം കൊണ്ടു. അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ എന്നും നന്ദി പറയും. എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ തള്ളിക്കളയുകയും അപമാനത്തിലാഴ്ത്തുകയും ചെയ്തു. ഞങ്ങളുടെ സൈന്യങ്ങളോടൊപ്പം വന്നതുമില്ല. ശത്രുവിൻ്റെ മുൻപിൽ തോറ്റോടാൻ അവിടുന്ന് ഞങ്ങൾക്കിടവരുത്തി. അവർ ഞങ്ങളെ കൊള്ളയടിച്ചു. അവിടുന്ന് ഞങ്ങളെ കൊല്ലാനുള്ള ആടുകളെ പോലെയാക്കി. ജനതകളുടെ ഇടയിൽ ഞങ്ങളെ ചിതറിച്ചു. അവിടുന്ന് സ്വന്തം ജനത്തെ തുച്ഛവിലയ്ക്ക് വിറ്റു. അവിടുന്ന് അവർക്ക് വില കൽപ്പിച്ചില്ല. അവിടുന്ന് ഞങ്ങളെ അയൽക്കാർക്ക് അപമാനപാത്രവും ചുറ്റുമുള്ളവർക്ക് നിന്ദാവിഷയവും പരിഹാസപാത്രവുമാക്കി. അവിടുന്ന് ഞങ്ങളെ ജനതകൾക്കിടയിൽ പഴമൊഴിയാക്കി. രാജ്യങ്ങൾക്കിടയിൽ ഞങ്ങൾ അവഹേളിതരായി. ദിവസം മുഴുവൻ എൻ്റെ അപമാനം എൻ്റെ മുൻപിലുണ്ട്. ലജ്ജ എൻ്റെ മുഖത്തെ ആവരണം ചെയ്യുന്നു. നിന്ദകരുടെയും ദുഷ്കരുടെയും വാക്കുകൾ കൊണ്ടും ശത്രുവിൻ്റെയും പ്രതികാരേച്ഛുവിൻ്റെയും ദർശനം കൊണ്ടും തന്നെ. ഞങ്ങൾ അങ്ങയെ മറന്നില്ല, അങ്ങയുടെ ഉടമ്പടിയോട് അവിശ്വസ്തത കാണിച്ചില്ല. എന്നിട്ടും ഇത് ഞങ്ങൾക്ക് സംഭവിച്ചു. ഞങ്ങളുടെ ഹൃദയം പിന്തിരിയുകയോ ഞങ്ങളുടെ കാലടികൾ അങ്ങയുടെ വഴി വിട്ടുമാറുകയോ ചെയ്തില്ല. എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ കുറുനരികളുടെ സങ്കേതത്തിൽ ചിതറിക്കുകയും കൂരിരുട്ടുകൊണ്ട് ഞങ്ങളെ മൂടുകയും ചെയ്തു. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ മറക്കുകയോ അന്യദേവൻ്റെ മുൻപിൽ കൈകൾ വിരിച്ച് നിൽക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കണ്ണിൽ പെടാതിരിക്കുമോ? ഹൃദയ രഹസ്യങ്ങൾ അവിടുത്തേക്കറിയാമല്ലോ. ഞങ്ങൾ അങ്ങേ പ്രതി എല്ലായ്പ്പോഴും വധിക്കപ്പെടുന്നു. അറക്കാനുള്ള ആടുകളായി ഞങ്ങൾ കരുതപ്പെടുന്നു. കർത്താവെ, ഉണർന്നെഴുന്നേൽക്കണമേ. അവിടുന്ന് ഉറങ്ങുന്നതെന്ത്? ഉണരണമേ. എന്നേക്കുമായി ഞങ്ങളെ തള്ളിക്കളയരുതേ. അവിടുന്ന് മുഖം മറയ്ക്കുന്നതെന്ത്? ഞങ്ങൾ ഏൽക്കുന്ന പീഡനങ്ങളും മർദ്ദനങ്ങളും അവിടുന്ന് മറക്കുന്നതെന്ത്? ഞങ്ങൾ പൂഴിയോളം താണിരിക്കുന്നു. ഞങ്ങളുടെ ശരീരം നിലം പറ്റിയിരിക്കുന്നു. ഉണർന്ന് ഞങ്ങളുടെ സഹായത്തിന് വരണമേ. അവിടുത്തെ കാരുണ്യത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കണമേ. ദൈവജനമേ, സങ്കീർത്തനം 44 അധ്യായം ലേവി ഗോത്രത്തിൽ നിന്നുള്ള കോരഹിൻ്റെ പുത്രന്മാർ രചിച്ച ഒരു ധ്യാനഗീതമായി കണക്കാക്കപ്പെടുന്നു. ഈ സങ്കീർത്തനത്തിന് ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. ഇസ്രായേൽ ജനത വലിയൊരു പരാജയത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും നടുവിലായിരിക്കുമ്പോൾ തങ്ങളെ ഉപേക്ഷിച്ചു പോയെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയിൽ അവർ ദൈവത്തോട് നിലവിളിക്കുകയും മറുതലിക്കുകയും ചെയ്യുന്ന ഒരു അധ്യായ ഭാഗമാണിത്. എന്നാൽ അത് വെറും ഒരു വിലാപം എന്നതിൽ കവിഞ്ഞ് അവിടുത്തെ പഴയകാല പ്രവൃത്തികളെ ഓർമ്മിപ്പിക്കുകയും തങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു കാരണം തേടുന്ന ഒരു ചോദ്യവും അപേക്ഷയും നമുക്ക് ഈ സങ്കീർത്തന ഭാഗത്തിൽ കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്നേഹവും ശക്തിയും ഒരിക്കൽ അനുഭവിച്ചറിഞ്ഞ ഒരു ജനത തങ്ങളുടെ ഇപ്പോഴത്തെ ദുരവസ്ഥയിൽ ദൈവത്തോടുള്ള തങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ചും അവിടുത്തെ ഉടമ്പടിയെക്കുറിച്ചും
ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് 44-ാം സങ്കീർത്തനം. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പ്രത്യേകിച്ച് 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കാലത്ത് ദൈവം അവർക്ക് നൽകിയ മഹത്തായ വിജയങ്ങളെ ഈ അധ്യായ ഭാഗത്ത് സ്മരിക്കപ്പെടുന്നു. അവിടുത്തെ കരബലം കൊണ്ട് അവിടുന്ന് ജനതകളെ പുറത്താക്കുകയും ഇസ്രായേലിനെ നട്ടുവളർത്തുകയും ചെയ്തു. തങ്ങളുടെ വാളുകൊണ്ടോ ഭുജം കൊണ്ടോ ആയിരുന്നില്ല ആ വിജയം, മറിച്ച് ദൈവത്തിൻ്റെ വലതു കൈയും അവിടുത്തെ ഭുജവും അങ്ങയുടെ മുഖപ്രകാശവും കൊണ്ടായിരുന്നുവെന്ന് അവർ ഏറ്റുപറയുന്നു. നീ ഞങ്ങളുടെ രാജാവാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളുടെ ശക്തിയിലല്ല ദൈവത്തിൽ മാത്രമാണ് ആശ്രയിക്കുന്നതെന്ന് അവർ ഉറപ്പിച്ച് പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ 9 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഈ ആത്മവിശ്വാസത്തിന് വലിയൊരു വെല്ലുവിളി നേരിടുന്നതായി നാം കാണുന്നു. ദൈവം തങ്ങളെ തള്ളിക്കളഞ്ഞതായും സൈന്യത്തോടൊപ്പം യുദ്ധത്തിന് വരാത്തതായും അവർക്ക് തോന്നിപ്പോകുന്നു, പരാതിപ്പെടുന്നു. നമ്മുടെ കഷ്ടതകളിൽ സഹോദരങ്ങളെ നാം നിരന്തരം ദൈവത്തെയും നമ്മെ തന്നെയും പഴിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് പോലെ തന്നെ അറക്കാനുള്ള ആളുകളെ പോലെ തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് വിജാതിയരുടെ ഇടയിൽ ചിതറിച്ചു കളഞ്ഞു എന്നും അവർ പിറുപിറുക്കുന്നു, പരിതപിക്കുന്നു. നീ നിമിത്തം ഞങ്ങൾ ദിവസം പ്രതി കൊല്ലപ്പെടുന്നു എന്നവർ പറയുന്നു. എന്നാൽ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ഉണർന്ന് തങ്ങളെ സഹായിക്കണമെന്ന് അവർ അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ദൈവജനമേ, നമ്മുടെ ജീവിത വ്യഥകൾ നമ്മുടെ ഇടയിൽ ജീവിച്ച കർത്താവിന് ഒരിക്കലും അന്യമല്ല. കാരണം കർത്താവ് നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചു. നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ ആകുലതകൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പീഡകൾ സഹിച്ച് അവസാനം കുരിശുമരണം പ്രാപിച്ചു നമ്മൾക്ക് വേണ്ടി, നമ്മളുടെ നിത്യമായ ജീവന് വേണ്ടി. നമ്മുടെ പരാതികൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ കർത്താവിന് അന്യമല്ല. ഒരിക്കലും ഉപേക്ഷിക്കാത്ത, കൈവിടാത്ത ദൈവത്തെ നമുക്ക് ആരാധിക്കാം, വിളിച്ചപേക്ഷിക്കാം സഹോദര സഹോദരി. കാരണം അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചതും ഇന്നയോളം പരിപാലിക്കുന്നതും അവിടുത്തെ രക്ഷാകര പദ്ധതി പ്രകാരമാണ്. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ സങ്കീർത്തനത്തിലെ 22-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഇതിനൊരു പുതിയ മാനവും പൂർത്തീകരണവും നൽകുന്നുണ്ട്. നീ നിമിത്തം ഞങ്ങൾ ദിവസം പ്രതി കൊല്ലപ്പെടുന്നു, അറക്കാനുള്ള ആളുകളെപ്പോലെ ഞങ്ങൾ എണ്ണപ്പെടുന്നു. ഇത് യേശുവിനെ അനുഗമിക്കുന്നവർക്ക് ഈ ലോകത്തിൽ, ഈ കാലഘട്ടത്തിൽ നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകളെയും രക്തസാക്ഷിത്വത്തെയും വ്യക്തമായി സൂചിപ്പിക്കുന്ന വരികളാണ്. യഥാർത്ഥ ശിഷ്യത്വം എന്നത് ലോകത്തിൽ കഷ്ടപ്പാടുകൾ ഒഴിവാക്കുക എന്നതല്ല, മറിച്ച് കർത്താവിനെ പ്രതി കഷ്ടപ്പെടാനും സഹിക്കാനും തയ്യാറാകുക എന്നതാണ്. യേശു സ്വയം ഏറ്റവും നിരപരാധിയായിരുന്നിട്ടും പാപമില്ലാത്തവനായിരുന്നിട്ടും കുഞ്ഞാടിനെ പോലെ അറുക്കപ്പെടുവാൻ ഏൽപ്പിക്കപ്പെട്ടു നമുക്ക് വേണ്ടി, നമ്മൾ ജീവിക്കാൻ. അവിടുത്തെ കഷ്ടപ്പാടുകൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു. കർത്താവിൻ്റെ ഉയർപ്പ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശയും സമാധാനവുമാണ്. എന്നാൽ അവിടുന്ന് നമ്മളെ പൂർണ്ണമായി വീണ്ടെടുത്തു. റോമ 8:36 പൗലോസ് പറയുന്നത് പോലെ കഷ്ടപ്പാടുകളോ പീഡനങ്ങളോ വിശപ്പോ വസ്ത്രമില്ലായ്മയോ അപകടങ്ങളോ വാളോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപെടുത്തുകയില്ല. അവിടുത്തെ സ്നേഹത്തിലൂടെ നാം ഈ കാര്യങ്ങളെല്ലാം തരണം ചെയ്യുകയും വിജയികളേക്കാൾ വലിയരാകുകയും ചെയ്യുന്നു. വിജയത്തിൻ്റെ അപ്പുറത്തെ അവസ്ഥ, എക്സലൻസിൻ്റെ അപ്പുറത്തെ അവസ്ഥ, ബീയിങ് ഔട്ട്സ്റ്റാൻഡിങ്. വെളിച്ചം നമ്മുടെ ഇടയിൽ വസിച്ചിട്ടും നാമാണ് സഹോദരങ്ങളെ ഇന്നും ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ലക്ഷ്യമില്ലാത്തവരായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, കർത്താവിൻ്റെ 2ാം വരവിനായി നാം തയ്യാറെടുക്കുമ്പോൾ, കാത്തിരിക്കുമ്പോൾ ഈ 44-ാം സങ്കീർത്തനം നമുക്ക് വ്യക്തമായ ഒരു പാഠം നൽകുന്നുണ്ട്. കഷ്ടപ്പാടുകൾ വരുമ്പോൾ പിതാവായ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മുടെ വിശ്വാസം കുരിശിലേക്ക് നോക്കി ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം. സങ്കീർത്തനം 44-ാം അധ്യായം ദൈവത്തിൻ്റെ പഴയകാല പ്രവൃത്തികളെ അനുസ്മരിച്ച് അവിടുത്തെ കൃപ വീണ്ടും പ്രകടിപ്പിക്കാൻ അപേക്ഷിക്കുന്നത് പോലെ കർത്താവ് നമുക്കായി ചെയ്ത കാര്യങ്ങളെയും അവിടുത്തെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഓർമ്മകൾ നമുക്ക് അനുദിനം പുതുക്കാം. നമുക്ക് ചുറ്റുമുള്ള ലോകം ക്രിസ്ത്യാനികളെ പരിഹസിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ, ക്രിസ്ത്യാനികളെ കൊല്ലുമ്പോൾ, ദ്രോഹിക്കുമ്പോൾ, പൂട്ടിയിടുമ്പോൾ നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും അവിടുത്തെ വഴികളിൽ നിന്ന് വ്യതിചലിക്കാതെ വിശ്വസ്തയോടെ മുന്നോട്ട് പോകുകയും ചെയ്യണം.
നമ്മുടെ നാഥൻ നമ്മൾക്ക് വേണ്ടി പീഡയേറ്റെങ്കിൽ നാം കർത്താവിന് വേണ്ടി ഈ അനുദിന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ സഹിച്ചേ മതിയാവൂ. എത്ര വലിയ കഷ്ടപ്പാടുകൾ വന്നാലും ദൈവജനമേ, അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും നമ്മളെ വേർപെടുത്താൻ കഴിയില്ല എന്നതാണ് യേശുക്രിസ്തുവിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പ് നമുക്ക് നൽകുന്ന ഗ്യാരണ്ടി. അതിനാൽ കഷ്ടപ്പാടുകൾക്കിടയിലും നമ്മുടെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ച് അവിടുത്തെ അനുസരിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാം. കുടുംബ ബന്ധങ്ങളിൽ നല്ല നാളുകളിലേക്ക് ഇടയ്ക്കുള്ള തിരിഞ്ഞുനോട്ടം, നമ്മളുടെ പ്രശ്നങ്ങൾ നീണ്ടുപോകുന്നു എന്ന് തോന്നുന്ന അവസ്ഥയിൽ, അതും താൽക്കാലികമായ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സഹായിക്കും. ഒരു ഫ്ലാഷ് ബാക്ക്, പുറകോട്ടൊക്കെ ചില ആൽബംസൊക്കെ നോക്കുമ്പോൾ നല്ല ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കിയെടുക്കാനായിട്ട്, പൊടിതട്ടിയെടുക്കാൻ ആയിട്ട് നമുക്ക് സാധിക്കണം. ഈ താൽക്കാലികമായിട്ടുള്ള പ്രതിസന്ധികളെ, ഡിസ്ട്രാക്ഷൻസിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ, പ്രത്യേകിച്ച് കുടുംബ ജീവിതം നയിക്കുന്നവർ. ദൈവജനമേ, നമ്മുടെ കർത്താവ് വീണ്ടും വരുമ്പോൾ അവിടുത്തെ അഭിമുഖീകരിക്കാൻ നാം ഒരുങ്ങിയിരിക്കണം. ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളിലും നാം തളർന്നു പോകാതെ അവിടുത്തെ വചനത്തിൽ ആശ്രയിച്ച് വിശ്വസ്തയോടെ മുന്നേറണം. കർത്താവിൻ്റെ വരവിനായുള്ള നമ്മുടെ കാത്തിരിപ്പ് ഒരു നിഷ്ക്രിയമായ കാത്തിരിപ്പായി മാറാതെ അവിടുത്തെ സ്നേഹത്തിൽ ആഴപ്പെടുവാനും അവിടുത്തെ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുമുള്ള ഒരു പ്രചോദനമായി മാറ്റുവാൻ ദൈവം അനുവദിച്ചു തന്ന ഈ വളരെ വളരെ വിലപ്പെട്ട സമയം ദൈവവേലയ്ക്കായി ഉപയോഗിക്കാം. പ്രിയ സഹോദര സഹോദരി, ഓരോ ദിവസവും അവിടുത്തെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റാൻ, ദൈവേഷ്ടം നിറവേറ്റാൻ ആത്മാർത്ഥമായി നാം ശ്രമിക്കുമ്പോൾ അവിടുന്ന് നമ്മെ ശക്തിപ്പെടുത്തുകയും വഴി നടത്തുകയും പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കുകയും ചെയ്യും. ഒരു സംശയവും വേണ്ട. ഭയപ്പെടേണ്ട സഹോദര സഹോദരി, കർത്താവ് നമ്മോടൊപ്പമുണ്ട്. അവിടുത്തെ വരവിനായി നമുക്ക് കരുതലോടെ, ഒത്തിരി സ്നേഹത്തോടെ ഒരുങ്ങിയിരിക്കാം. പ്രതീക്ഷയോടും ആത്മവിശ്വാസത്തോടെയും ജീവിക്കാം. ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും എന്നേക്കും നമ്മോടൊപ്പമുണ്ടാകും. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കരുണാമയനായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകിയ സന്ദേശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പാപികളും ഏഴകളുമായ അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യരല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നാഥ, ഞങ്ങളുടെ വീഴ്ചകളും തെറ്റുകളും കുറവുകളും അവിടുന്ന് ക്ഷമിച്ച് ഞങ്ങളോട് കരുണയായിരിക്കണമേ. അങ്ങയുടെ ദിവ്യകാരുണ്യത്താൽ കേൾക്കുന്നവർ മാത്രമല്ല, അവിടുത്തെ വചനം ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നവരും ആകാൻ ഞങ്ങളെ ശക്തരും ധീരരുമാക്കണമേ. ഞങ്ങൾ ഉൾക്കൊണ്ട സത്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുദിനം പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം വിതച്ച വിശ്വാസത്തിൻ്റെ വിത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കട്ടെ. നാഥ, ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും അവിടുത്തെ ഹിതപ്രകാരം രൂപപ്പെടുത്തണമേ. കർത്താവെ, അങ്ങയുടെ വഴികളിൽ നടക്കാനും അങ്ങയുടെ സ്നേഹവും കരുണയും ക്ഷമയും ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും വ്യാപിപ്പിക്കാനും അനന്തമായ നന്മയെ പ്രതിഫലിപ്പിക്കുവാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് മഹത്വം നൽകുവാനും ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ. അവിടുത്തെ പുത്രൻ്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ പിതാവേ. കൃപ നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. കർത്താവിനറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. കർത്താവ് നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ.